ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം ഞാൻ മടിച്ച് അത് അത്ര വലിയൊരു ടേസ്റ്റ് ഒന്നും കാണില്ലായിരിക്കും, ഒരു നോർമൽ മസാല കറി പോലെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ എന്തായാലും ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ മടിച്ചിരിക്കുന്നവർക്കൊക്കെ മസ്റ്റായിട്ടും ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫിഷ് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഫിഷ് അവിടെ മാറ്റി വെക്കുക. ഇനി പാൻ വെച്ചിട്ട് ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പൊടികളായിട്ട് ഇത് രണ്ടും മാത്രം മതി. പിന്നെ ഫിഷ് ആയതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഫിഷിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു ചെറിയൊരു മസാലയൊക്കെ റെഡിയാക്കേണ്ട, അപ്പോൾ അതിനും കൂടി ചേർത്തിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നന്നായിട്ട് ഈ പൊടികൾ വെളിച്ചെണ്ണയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം കൊടുക്കുക. ആദ്യമേ തന്നെ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് വരുമ്പോഴേക്കും മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അത്ര കുഴപ്പമില്ല, പക്ഷേ മുളക് പൊടിയുടെ കളറ് പെട്ടെന്ന് കളറങ്ങോട്ട് നന്നായിട്ട് കറുത്ത് വന്നിട്ട് സ്മെല്ലും ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ ഇതൊന്നും മൊരിഞ്ഞതുപോലെ പതഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ ഇത് ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയുള്ളിക്ക് പകരമായിട്ട് സവാള ഇത്തിരി ചേർത്താലും കുഴപ്പമില്ല, ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ചതച്ചെടുത്തതും കൂടി ചേർത്ത് ഈ പൊടിയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഈ പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണമല്ലോ. അപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിവെള്ളം നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് പുളിയുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഓരോ പുളിക്കൊക്കെ വ്യത്യാസമുണ്ടല്ലോ. പുളിവെള്ളം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പുളി കൂടി പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ ഇതുപോലെ ഫിഷ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഇത്തിരി മസാല ഇതിൻ്റെ മുകളിലേക്കും കൂടി ആക്കി കൊടുക്കുക. ഇനി ഇതെന്തായാലും നമ്മൾ തിരിച്ചൊക്കെ ഇട്ട് റെഡിയാക്കുന്നതാണ്, എങ്കിലും മുകൾ ഭാഗത്തിനും കൂടി ഒരിത്തിരി ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് റെഡിയാക്കി ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് ഒതുക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി പെട്ടെന്ന് വറ്റിയിട്ട് ചാറൊക്കെ കുറുകി പോകും. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഫിഷ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡിലേക്കും മസാല ആകുന്ന രീതിയിൽ ഫിഷൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുക. മസാല നന്നായിട്ട് ഫിഷിലൊന്ന് പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു പാകത്തിലാകുന്ന വരെ വരണം. കറിവേപ്പില നിർബന്ധമില്ല, പിന്നെ നമ്മുടെ സാധാ നാടൻ കറിയല്ലേ, അപ്പോൾ അതോടെ ഇത്തിരി കറിവേപ്പില കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആകുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ആ ഫസ്റ്റ് ടൈം മാത്രം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. പിന്നീട് നമുക്ക് ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് മറിച്ചിട്ട് മസാലയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് പുരണ്ടിരിക്കുന്ന പാകത്തിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ചിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് വെറുതെ കഴിക്കാനും നല്ലതാണ്, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഈസി റെസിപ്പി അല്ലേ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആ ഗ്രേവിയും പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തത് കൂടി ചേർത്ത് മാത്രം നമുക്ക് ഊട് കഴിക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.